നമസ്കാരം. കേരള സർവകലാശാലയുടെ രജിസ്ട്രാറായിരുന്ന KS അനിൽകുമാർ അദ്ദേഹം വിവാദങ്ങളിൽ പെടുന്നത് എപ്പോഴാണ് എന്ന് നമുക്കറിയാമല്ലോ. അതായത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഒരു പരിപാടി നടക്കുന്നു, ഒരു സ്വകാര്യ ചടങ്ങാണ്. ആ ചടങ്ങിൽ ഗവർണറാണ് വിശിഷ്ട അതിഥി. അതായത് ശ്രീ പത്മനാഭ സേവാ സമിതി, തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സേവാ സമിതിയാണ് ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം അടയാളപ്പെടുത്തുന്ന ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വച്ചിരുന്നു. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ നമസ്കരിച്ചതിന് ശേഷമാണ് ആ പരിപാടി തുടങ്ങേണ്ടിയിരുന്നത്. ഗവർണറാണ് അത് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഭാരതാംബയുടെ ചിത്രമുണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ പരിപാടി റദ്ദാക്കാനും പരിപാടി തടസ്സപ്പെടുത്താനും ഗവർണർ വിശിഷ്ടാതിഥിയാകുന്ന പരിപാടിയിൽ ഇടങ്കോലിടാനും ശ്രമിച്ചത് സഖാക്കളുടെ വാക്ക് കേട്ട് ഈ KS അനിൽകുമാറാണ്. അന്ന് KS അനിൽകുമാറിനെ VC പുറത്താക്കിയപ്പോൾ അന്ന് സെനറ്റ് അംഗങ്ങളൊക്കെ പറഞ്ഞ, സെനറ്റിലെ സഖാക്കളൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. VC അന്ന് KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. VCക്ക് സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല, ആ അധികാരം സെനറ്റിനാണ്. ഈ പറയുന്ന അനിൽകുമാറിനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സെനറ്റ് തീരുമാനിക്കണം, അതാണ് ഇതാണ് എന്നൊക്കെയാണ് സെനറ്റിലെ സഖാക്കളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. സഖാവ് KS അനിൽകുമാറിനെ ഈ സഖാക്കന്മാർ പറയാതെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാറ്റാനാകില്ല എന്ന നിലപാടാണ് അന്നവർ സ്വീകരിച്ചത്. ഇന്നിപ്പോൾ ഭാരതാംബയെ എടുത്ത് തോളത്ത് വെച്ച, അതായത് ഭാരതാംബയുടെ ചിത്രത്തെ അവഹേളിച്ച രജിസ്ട്രാർ സ്വന്തം കോളേജിലേക്ക് മടങ്ങുകയാണ്. അതായത് ഗവർണറുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു. ഗവർണർ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിൽ കടുംപിടുത്തം നിൽക്കുന്നു. അത് VC നിയമനത്തിൽ മാത്രമല്ല, ഗവർണർക്ക് മറ്റു പല തീരുമാനങ്ങളും ഉണ്ടായിരുന്നു. ആ തീരുമാനം കൃത്യമായി തന്നെ നടപ്പാക്കി കിട്ടണം എന്ന് മുഖ്യമന്ത്രിയോട് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ KS അനിൽകുമാർ കേരള സർവകലാശാല രജിസ്ട്രാർ എന്ന സ്ഥാനത്ത് നിന്നും KSMDB കോളേജ് ശാസ്താംകോട്ടയിലേക്ക് സ്ഥലം മാറിപ്പോകുന്നത്. എന്ന് പറഞ്ഞാൽ രാജേന്ദ്ര ആർലേക്കർ വിചാരിച്ചാൽ അതിനെ തടുക്കാൻ ഇവിടുത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങളായ സഖാക്കളല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന സഖാവിന് പോലും സാധിക്കില്ല എന്നൊരിക്കൽ കൂടി തെളിയുകയാണ്. അദ്ദേഹം പറഞ്ഞ വ്യക്തികളെ VC ആയി നിയമിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടി നടപ്പിലാക്കിയിരിക്കുന്നു. ഭാരതാംബയുടെ ചിത്രത്തെ അവഹേളിച്ച, ഭാരതാംബയുടെ ചിത്രം വെച്ച് നടത്തിയ പരിപാടി റദ്ദാക്കാൻ ശ്രമിച്ച സർവകലാശാല രജിസ്ട്രാർ ഇപ്പോൾ സർവകലാശാലയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.